ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഒന്നാംഘട്ട പ്രചാരണം പൂർത്തിയാക്കി ഇടത് വലത് സ്ഥാനാർത്ഥികൾ. മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന തിരക്കിലാണ് ഇരുമുന്നണികളും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടിയിരിക്കുകയാണ് ചാലക്കുടി മണ്ഡലത്തിലെ ഇടത് വലത് സ്ഥാനാർത്ഥികൾ. പരമാവധി വോട്ടർമാരെ കാണണം, മുന്നണിയുടെ വിജയം ഉറപ്പിക്കണം. ഇരുമുന്നണികളുടെയും ആദ്യഘട്ട പ്രചരണ പരിപാടികൾ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് മണ്ഡലം കൺവെൻഷനുകളും പൂർത്തിയാക്കി. UDF മനസ്സുള്ള ചാലക്കുടി മണ്ഡലം വിജയം സമ്മാനിക്കുമെന്ന ഉറപ്പിലാണ് UDF സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് MP ബെന്നി ബെഹനാൻ. വിജയത്തെക്കുറിച്ച് സംശയങ്ങളുള്ളവർക്ക് ടെൻഷനുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനാധിപത്യ മുന്നണി 20 സീറ്റും നേടുമെന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിജയത്തെക്കുറിച്ച് ടെൻഷനില്ല. അട്ടിമറികളിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ചാലക്കുടി മണ്ഡലം ഇത്തവണ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമെന്ന് LDF സ്ഥാനാർത്ഥി C. രവീന്ദ്രനാഥ്. ഇടതുപക്ഷത്തിന് മാത്രമേ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയൂ എന്നൊരു തിരിച്ചറിവ് അനുഭവത്തിലൂടെയും സൈദ്ധാന്തികമായിട്ടുണ്ടായ കാലത്ത് ഒരു ഇടതുപക്ഷ മനസ്സുണ്ട് എന്നുള്ളതും ഈ ഒരു സാഹചര്യവും ഇത് രണ്ടും ചേരുമ്പോൾ പണ്ടുണ്ടായതിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷ വിജയത്തിൻ്റെ സാധ്യത ഉണ്ടാവുകയാണ്. ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ലോക്സഭയിൽ കന്നി അംഗത്തിനിറങ്ങുന്ന 2020യും ഇത്തവണ ചാലക്കുടിയിൽ കളത്തിലുണ്ട്. 2020 സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോൾ നേടുന്ന വോട്ടുകളും ചാലക്കുടിയിൽ ജയപരാജയങ്ങളിൽ നിർണായകമാകും. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.